വളരെ ചെറിയ ഇൻസെക്ട്സ് ആണെങ്കിലും പേന് വലിയ പ്രശ്നക്കാരാണ്. തലയ്ക്കും തലമുടിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പേൻ ശല്യം. പേൻ മാത്രമല്ല, അതിൻ്റെ മുട്ടയായ ഈരുകളും പ്രശ്നക്കാരാണ്. തലയോട്ടിയിലെ രക്തം വലിച്ചെടുത്താണ് ഇത് ആഹാരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളിൽ പേൻ ശല്യം വന്നാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പേൻ കയറിയിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ അസഹനീയമായിരിക്കും. വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തലയോട്ടിയിൽ മുറിവുണ്ടാകാനും അത് ഇൻഫെക്ഷൻ വരെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അധിക സമയമൊന്നും പേനൊന്നും ഈരിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തരില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവരുടെ തലയിൽ നിന്ന് എങ്ങനെ പേനെ റിമൂവ് ചെയ്യാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സവോളയാണ്. ഈ ഒരു സാധനം കൊണ്ട് മാത്രം നമുക്ക് തലയിലെ പെയിൻ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പലർക്കും നമുക്ക് പല സാധനങ്ങളും തലയിൽ തേക്കുമ്പോൾ ടെൻഷൻ ആയിരിക്കും, അല്ലെ തലമുടി കൊഴിയുമോ അതോ നരയ്ക്കുമോ എന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും പറ്റില്ല കേട്ടോ. നമുക്ക് മുടിക്ക് ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് ഞാൻ സവോള കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുടി വളർച്ചയ്ക്കും നല്ലതാണ്. അതുപോലെ തന്നെ നെറ്റി കയറിയിട്ടുള്ളവർക്കൊക്കെ ആ സൈഡിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മുടികൾ വളർന്നു വരുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ സവോളയുടെ നീര് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ പേന എടുക്കുന്ന ചീപ്പ് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് ശേഷം വേണമെങ്കിൽ ഷാമ്പു ഇട്ട് കഴുകി എടുത്താൽ മതി. അപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം തന്നെ കിട്ടുന്നതാണ് കേട്ടോ. തലയിൽ ഈരും പേനും നല്ലപോലെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു ചീപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ല പല്ലിന് അടുപ്പമുള്ള വേറെ ചീപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പുതുതായിട്ടുള്ള റബ്ബർ ബാൻഡ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ ഈ സൈഡിലുള്ള പല്ലിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ച് ഓപ്പോസിറ്റ് സൈഡുള്ളത് തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായിട്ട് ഇരുന്നോളും, ഊരിപ്പോവുകയില്ല കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ കറക്റ്റായിട്ട് നിന്നോളും, ഊരിപ്പോവുകയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഒരു 5 പല്ലകലത്തിൽ വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ അകലം വരാൻ പാടില്ല കേട്ടോ. അതിനുശേഷം ഇതുപോലെ റബ്ബർ ബാൻഡ് ഒന്ന് വലിച്ചു പിടിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിനുശേഷം ഒരു 5 പല്ലകലം വെച്ചിട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തിരിച്ച് ഇറക്കി കൊടുക്കണം. ഓപ്പോസിറ്റ് സൈഡിലുള്ള റബ്ബർ ബാൻഡിൻ്റെ ആ സൈഡ് വേണം ഇപ്പുറത്തോട്ട് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അത് ലോക്കായി വരുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പുറത്തുനിന്ന് ഈ സൈഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇറക്കിയ ആ സൈഡിൽ കൂടെ ഒന്നും കൂടെ ഇപ്പുറത്തെ വശത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ? അപ്പോൾ 2 വശവും ഒരുപോലെ ലോക്കായിട്ട് കിട്ടുന്നതായിരിക്കും റൗണ്ടിൽ ആ പല്ലിനകത്ത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തലയിലെ ഈരും പേനും ഒക്കെ നല്ല പോലെ തന്നെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ എന്തെങ്കിലും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ചീകി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പേന് തലയിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ചീപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനു മുന്നേ ഞാൻ നൂല് വെച്ചിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്ക് യൂസ്ഫുള്ളായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ മെത്തേഡ് നോക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കവറായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ റബ്ബർ ബാൻഡിന് എത്രത്തോളം ലെങ്ത് ഉണ്ടോ അതുവരെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ഇത് ചീപ്പിൻ്റെ പല്ലിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുവരെയുള്ള സ്പേസിലേക്ക് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. അതിനുശേഷം ബാക്കിയുള്ള സ്പേസിലേക്കും കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എവിടെയാണോ നിർത്തിയത് ആ സ്ഥലത്തേക്ക് 5 പല്ലകലത്തിൽ വേറൊരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെയിം മെത്തേഡ് തന്നെ ചെയ്യുക. ഇതുപോലെ ഫുള്ളായിട്ട് ഇതിന് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് കുട്ടികളുടെ തലമുടിയിൽ നിന്ന് ഈരും പേനും ഒക്കെ ചീകി എടുക്കുകയാണെങ്കിൽ അധികം വേദന എടുക്കാതെ നമുക്ക് അവരുടെ തലയിൽ അത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ ഇരുന്ന് തരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തലയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് ചീകി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ഇനി അതുപോലെ തലയിൽ അധികമായിട്ട് താരനുണ്ടെങ്കിൽ നമ്മൾ താരൻ പോകാൻ വേണ്ടിയിട്ട് തലയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കോമ്പ് വെച്ചിട്ട് ഒന്ന് ചീകിയെടുക്കുകയാണെങ്കിൽ അത് നല്ലപോലെ ഇളകി വരുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല മാറ്റം തന്നെ കിട്ടും. അതിനായിട്ട് ഇതുപോലെ കുറച്ചും കൂടെ അടുപ്പിച്ച് പല്ലകലത്തിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു 3 പല്ലകലത്തിലാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.